വൈകുന്നേരത്തിന്റെ മുന്നേ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ കരയരുത് കേട്ടോ. ചിലപ്പോൾ ചില സത്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു വരും. ചില സമയത്ത് കടികെട്ടി വർത്തമാനമൊക്കെ പറഞ്ഞു എന്ന് വരും. കരയരുത്, ആണുങ്ങൾ കരയരുതൊന്നുമില്ല. പക്ഷേ കരയാണെങ്കിൽ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അതിന്റെ സൊല്യൂഷൻ മേടിച്ചിട്ടേ പോകാൻ പാടും. ചീഫ് എവരിത്തിങ് ഓഫീസർ അല്ലേ, അങ്ങനെ ഒരു പേരുണ്ട് ബിസിനസ്സിൽ. ചീഫ് എവരിത്തിങ് ഓഫീസർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ല, എല്ലാം ചെയ്യുന്ന ഓഫീസർ. അങ്ങനെയല്ലേ ഇതിലിരിക്കുന്നവര്? അല്ലാന്ന് ഒരാളും പറയണ്ട, കുറച്ചു പേരെ മാത്രമേ എനിക്ക് പുതിയ ആൾക്കാരുള്ളൂ, ബാക്കി എല്ലാവരും എനിക്കറിയാം. ചീഫ് എവരിത്തിങ് ഓഫീസർ, അതിൽ നിന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവാനുള്ള മാർഗങ്ങൾ എന്താണെന്നാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വാക്ക് ലൈക്ക് എ സിഇഒ, തിങ്ക് ലൈക്ക് എ സിഇഒ, ആക്ട് ലൈക്ക് എ സിഇഒ അല്ലേ? ആക്ച്വലി ഈ വാക്ക് ലൈക്ക് എ സിഇഒ, തിങ്ക് ലൈക്ക് എ സിഇഒ, ആക്ട് ലൈക്ക് എ സിഇഒ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മോട്ടിവേഷണൽ തിയറി. ഇതൊരു മെന്റൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് ആക്ച്വലി സിഇഒ ആവാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കാശല്ല, നിങ്ങളുടെ കയ്യിൽ ഐഡിയ അല്ല, നിങ്ങളുടെ കയ്യിലെ പ്രൊഡക്റ്റോ സർവീസോ മറ്റുള്ള സംഭവങ്ങളല്ല, നിങ്ങളുടെ മെന്റൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചേഞ്ച് ആവുകയാണ് വേണ്ടത്. ഒന്നും കൂടി പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് മൈൻഡ് സെറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങിയിട്ട് എന്താണ് നമ്മുടെ ഓരോ ബിസിനസ്സിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചും ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സിനും എങ്ങനെ മാറ്റങ്ങൾ വരുത്താം, എങ്ങനെ അതിനെ നമ്മൾ ഈ സിസ്റ്റം എന്ന് കേൾക്കുന്നുണ്ടല്ലോ ഇല്ലേ? കുറേ കേൾക്കുന്നുണ്ടായിരിക്കും. കുറേ ആളുകൾ ബിസിനസ് സിസ്റ്റം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതേപോലെ ചിലർ പറഞ്ഞു API, ഓട്ടോമേറ്റഡ് ബിസിനസ് ഓട്ടോമേഷൻ ഇല്ലേ? നാസർ സാറേ എല്ലാ ദിവസവും രാവിലെ ബിസിനസ് സിസ്റ്റം സെറ്റ് ചെയ്യണോ ചോദിച്ചിട്ട് യൂട്യൂബ് തുറന്നാൽ അതിന്റെ പരസ്യമാണ്, ഇൻസ്റ്റാഗ്രാം തുറന്നാൽ അതിന്റെ പരസ്യമാണ്, ഫേസ്ബുക്കിന്റെ വഴി കൂടെ പോകാൻ പറ്റില്ല. ഈവൻ ഗൂഗിളിൽ നമുക്ക് മെസ്സേജ് ആയിട്ട് വരുന്നു, വാട്സപ്പിൽ, എല്ലായിടത്തും ബിസിനസ് സിസ്റ്റമാണ്. പക്ഷേ എന്താ ഷൈമോനെ ബിസിനസ് സിസ്റ്റം? ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. ഒരു കാര്യം നമുക്കറിയാം, എന്ത്? നമ്മളെ ഫ്രീ ആക്കാനാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു പേടിയുണ്ട്. എന്താ? ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പോലെ നമുക്ക് അങ്ങോട്ട് തൊടാൻ പേടിയാണ്. തൊട്ട് കഴിഞ്ഞാൽ ഇത് വലിയ കുലുമാലാവോ എന്നുള്ളൊരു ടെൻഷൻ ഉള്ളത് കൊണ്ട് പലരും ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നൊരു ചിന്തയിലെത്തും. അതെങ്ങനെ മാറ്റിയെടുക്കാം? ഒരു രൂപ ചെലവില്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതാണ് ഹരിദാസേട്ടൻ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഓക്കെ, ആർ യു റെഡി? പക്ഷെ അതിന് മുന്നേ എനിക്കൊരു ചോദ്യമുണ്ട്. ആർ യു റിയലി എ സിഇഒ? എത്ര പേര് ഇവിടെ കമ്പനിയുടെ സിഇഒ ആണെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടെന്ന് കൈവക്കി. എന്താ പൊങ്ങാത്തെ? മറ്റേ JCB കൊണ്ടുവരണോ കൈ പൊങ്ങാൻ? എത്ര പേരുണ്ട് സിഇഒ? അയ്യോ സന്തോഷം. ചീഫ് എവരിത്തിങ് ഓഫീസർ ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ? കുറച്ചും കൂടി കട്ടിക്ക് പറഞ്ഞ ചെറ്റ എക്സിക്യൂട്ടീവ് ഓഫീസർ ആണോ? അല്ല, സ്വഭാവം അങ്ങനെയല്ല, പക്ഷെ പണി അങ്ങനെയാണല്ലേ. ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവനവനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി സത്യമായിട്ട് നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയത് എന്തിനാ? 10 ആൾക്ക് ജോലി കൊടുക്കണം. 10 ആൾക്ക് ജോലി കൊടുക്കണം. മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമുക്കൊരു നല്ല വരുമാനം വേണം, അത്യാവശ്യം സ്വാതന്ത്ര്യം വേണം. രാവിലെ 9 മണി തൊട്ടിട്ട് വൈകുന്നേരം 7 മണി വരെ 8 മണി വരെ ജോലി എടുക്കാൻ വയ്യ. ഒരു പരിപാടിക്ക് പോകാൻ പറ്റുന്നില്ല, ഫ്രീഡം ഇല്ല, സ്വാതന്ത്ര്യമില്ല, തലയ്ക്ക് ടെൻഷൻ. ഈ ഒരു കാര്യത്തിൽ നിന്ന് മാറാൻ വേണ്ടി നമ്മളൊക്കെ ബിസിനസ് തുടങ്ങി. അല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? എനിക്കിത് പാഷൻ ആണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയവരുണ്ടോ? ഇതൊക്കെ നമുക്ക് മറ്റേ ക്യാമറ മുന്നിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് മുന്നിൽ പോഡ്കാസ്റ്റ് മുന്നിലൊക്കെ പറയാനേ കൊള്ളുള്ളൂ. ആക്ച്വലി നമ്മൾ തുടങ്ങിയത് എന്തിനാ? നമ്മൾ ഈ വൈകുന്നേരം വരെയുള്ള പണി ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ? അത് കഴിഞ്ഞിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കണം അല്ലേ? ഇപ്പൊ ഇത് ഉണ്ടോ? ഒരു കാര്യമുണ്ട്. ഇന്ന് വൈകുന്നേരത്തിന്റെ മുന്നേ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ കരയരുത് കേട്ടോ. ചിലപ്പോൾ ചില സത്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു എന്ന് വരും. ചില സമയത്ത് കടികെട്ടി വർത്തമാനമൊക്കെ പറഞ്ഞു എന്ന് വരും. കരയരുത്. മുഖ്യമന്ത്രിക്ക് കരയാച്ച പിന്നെ നമുക്ക് കരയാം, ആണുങ്ങൾ കരയരുതൊന്നുമില്ല. പക്ഷേ കരയാണെങ്കിൽ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ അതിന്റെ സൊല്യൂഷൻ മേടിച്ചിട്ടേ പോകാൻ പാടും.